ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ പത്തരമാറ്റിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയന അനാമികയെ വരച്ച വരയിൽ നിർത്തുകയാണ്. ശരി, എങ്കിൽ നിനക്ക് അതിനെക്കുറിച്ചൊരു പേടിയില്ലെങ്കിൽ ഇവിടെ അന്ന് എന്താ നടന്നതെന്ന് ഞാൻ എല്ലാവരുടെ മുന്നിൽ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നയന പോകുന്ന സമയത്ത് അനാമിക പിടിച്ചു നിർത്തുകയാണ്. അതെ, നിങ്ങളെന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പോകുന്നത്? എൻ്റെ ഒക്കെ വല്ല കാര്യമുണ്ടോ? ഓ, അപ്പോൾ നിനക്ക് പേടിയുണ്ട് അല്ലേ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി എങ്ങാനും എൻ്റെ കൊച്ചിനെ നീ ഉപദ്രവിക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറയും മോളെ. ഇതൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അനാമികയുടെ അമ്മായിയമ്മ ഇങ്ങോട്ട് വരികയാണ്. എന്താടി നീ എന്താ എൻ്റെ മരുമകളെ ബ്ലാക്ക് മെയിൽ ചെയ്യണം? എൻ്റെ അനാമിക മോളെ നീ ബ്ലാക്ക് മെയിൽ ചെയ്യണോ? നടക്കില്ലത് ഇവിടെയൊന്നും. അതെ, ആ അമ്മായിയുടെ മരുമോള് എന്താ ചെയ്തതെന്നൊന്ന് ചോദിച്ചു നോക്ക്, അപ്പം മനസ്സിലാകും കാര്യങ്ങളില്ല. എന്താ ചെയ്തത്? ആ കൊച്ചിനെ പിടിച്ച് തല്ലിയതോ? ഇച്ചിരി കിട്ടേണ്ട കുറവുണ്ട്. കാരണം ആ കൊച്ചിനെ എൻ്റെ അനാമിക മോള് തല്ലിയിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാരണം ഉണ്ടാകും. എന്താ മോളെ നടന്നത്? അത് പിന്നെ എൻ്റെ റൂമിലേക്ക് അനാവശ്യമായിട്ട് കയറി, എന്നിട്ട് ഓരോരോ സാധനങ്ങൾ എടുത്തു. അപ്പം പിന്നെ തല്ലണ്ടേ? അപ്പം മോള് ചെയ്തതിൽ എന്താ തെറ്റ്? കൊച്ചുങ്ങളെ വളർത്തണമെങ്കിലേ അത് മര്യാദ രീതിയിൽ വളർത്തിക്കോണം. അല്ലാതെ മറ്റുള്ളവരുടെ വീട്ടിൽ റൂമിൽ കയറി ഓരോ സാധനങ്ങൾ എടുക്കാൻ പഠിപ്പിക്കാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അമ്മ തന്നെ ഇത് പറയണം കേട്ടോ. എടി, ഒരിടക്ക് നിന്നെ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നീയേ എന്നോട് വലിയൊരു ചതി കാണിച്ചു. ഈ നല്ലൊരു മരുമകള് എനിക്ക് മരുമകളായിട്ട് വരുമെന്ന് നീ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിന്റെ അനിയത്തിയെ വെച്ച് ചരട് വലിപ്പിക്കാനായിട്ട് നീ നോക്കി. ഈ അനാമിക മോളെ ഈ വീട്ടിലേക്ക് പടി കയറ്റാതിരിക്കാൻ വേണ്ടി നീ നോക്കി അല്ലേടി? അപ്പം മുതൽ തുടങ്ങിയതാണ് എനിക്ക് നിന്നോടുള്ള ശത്രുത എന്നൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നയനയ്ക്ക് ആകെ ദേഷ്യം വരികയാണ്. എനിക്ക് ഇത് വേണമെങ്കിൽ നേരത്തെ ചെയ്യായിരുന്നു. ഇവള് ഈ കുടുംബത്തോട്ട് പോലും കയറില്ലായിരുന്നു. എൻ്റെ അനിയത്തി യാതൊരു കാരണവശാലും ഈ വീട്ടിലേക്ക് കയറി വരാനായിട്ട് പാടില്ല എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഇപ്പതേ ഇവൾ ഇവിടെ നിൽക്കുന്നത്. എനിക്കല്ലെങ്കിലേ നേരത്തെ അറിയായിരുന്നു ഇവൾ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് നയന പോയി കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും ചമ്മി നാറിയൊരവസ്ഥയിലായിപ്പോയി. അങ്ങനെ നമ്മുടെ നയന കൊച്ചിനെ എടുത്തിട്ട് കരണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ മുത്തശ്ശൻ്റെയും മുത്തശ്ശി അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ കൊച്ചു കരയുന്നത് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുക, എന്താ കൊച്ചിന് പറ്റിയത്? എന്തിനാ ചന്തമോൾ ഇങ്ങനെ കിടന്ന് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ അനാമികയുടെ റൂമിൽ കയറിയെന്നും പറഞ്ഞുകൊണ്ട് അവള് ശരിക്കും തല്ലി കൊച്ചിനത് വല്ലാത്തൊരു സങ്കടമായിപ്പോയി. തല്ലിയെന്നോ? അങ്ങനെ ചന്തമോളെ തല്ലാനായിട്ട് ഇവിടെ ആർക്കാണ് അധികാരമുള്ളത്? മോളെ നയന മോളെ, ഞാൻ ഇവിടെ ചില കാര്യങ്ങളൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കുന്നതേ ഈ കുടുംബം തകർന്നു പോകരുതെന്നൊക്കെ ഒറ്റ വിശ്വാസം കൊണ്ട് മാത്രമാണ്. ഇവിടെ കയറി വന്ന ഒരു പെണ്ണുങ്ങളും ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞ് അവരെ സ്വന്തം വീട്ടിൽ പോയി താമസിച്ചിട്ടില്ല ഇതുവരെയായിട്ടും. അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണടയ്ക്കുന്നത്. പക്ഷേ ചന്തുമോളെ തല്ലിയത് എനിക്കത് വിട്ടുകൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പം മുത്തശ്ശിയാണെങ്കിൽ അതെ, പോയി ചോദിക്കുക തന്നെ ചെയ്യണം. വേണ്ട മുത്തശ്ശി, ഇനി എന്തിനാ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ചില കാര്യങ്ങളെ നമ്മൾ ചോദിക്കണം മോളെ. അവിടെ പ്രശ്നം ഉണ്ടായാലും ശരി, പ്രശ്നം ഉണ്ടായില്ലെങ്കിലും ശരി, കൊച്ചിനെ ഇനി എങ്ങനെ ഉപദ്രവിക്കാനായിട്ട് പാടില്ലല്ലോ എന്ന് പറഞ്ഞ മുത്തശ്ശിയും കൂടി നേരെ അങ്ങോട്ട് പോവാ. അപ്പം ചന്തുമോളെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് നയന. മോളെ സങ്കടപ്പെടണ്ട കേട്ടോ. മോളെ തല്ലി ആൻറ്റിയില്ലേ, ആൻറ്റിയെ നല്ല വഴക്ക് പറഞ്ഞോളും മുത്തശ്ശിയും. അപ്പം മോൾക്ക് സന്തോഷമാവില്ലേ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ ആശ്വാസപ്പെടുത്തുകയാണ്. അങ്ങനെ മുത്തശ്ശിയും ഇവരെല്ലാവരും കൂടിയിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ നമ്മുടെ അനിയുടെ അമ്മയാണെങ്കിൽ ഇതേ കണ്ടോ, അച്ഛനും അമ്മയും വരുന്നുണ്ട്. അവൾ എന്തോ പോയി പറഞ്ഞ് ഒപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മുഖം കണ്ടാലേ അറിയാം പന്തികേടല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇതേ അവരിങ്ങനെ ചെല്ലുക. ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ എന്താ നടന്നത്? എന്തിനാണ് ചന്തുമോളെ തല്ലിയത്? ചന്തുമോളെ കൊണ്ടുവന്നത് ഞാനാണ് ഇങ്ങോട്ട്. അപ്പം പിന്നെ ചന്തുമോളുടെ ദേഹത്ത് കൈ വെച്ചത് ആരാണെങ്കിലും എനിക്കവരെ വെറുതെ വിടാനായിട്ട് പറ്റില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ജലജയാണെങ്കിൽ അച്ഛാ, വലിഞ്ഞു കയറി വന്ന ഒരു കൊച്ച്, ആ കൊച്ചിന് വേണ്ടി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിലും എല്ലാവരും റൂമിൽ കയറി ഇറങ്ങി നിരങ്ങി നടക്കുകയല്ലേ, അതിൻ്റെ ഒക്കെ വല്ല കാര്യമുണ്ടോ? അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോഴേക്കും ജലജേ, നിന്നെയും ഞാൻ ഇതേപോലെ കൊണ്ടുവന്നതാ. നീ തെരുവിലായിരുന്നു, ആരുമില്ല പോരുമില്ല എന്ന രീതിയിൽ. എന്നിട്ട് ഞങ്ങൾക്ക് മനസ്സലിവ് തോന്നിയിട്ടാണ് നിന്നെ ഈ വീട്ടിൽ കൊണ്ടുവന്നതും നീ ഇപ്പോൾ രാജകുമാരിയെ പോലെ കഴിയുന്നതും. അങ്ങനെ അല്ലായിരുന്നെങ്കിലോ നീ തെരുവീ കൂടി നടക്കേണ്ടി വന്നാനേ. അപ്പോൾ ദേ
നീ അപ്പം ചന്തുമോളുടെ കാര്യം കൂടി ഒന്ന് ആലോചിക്കണം. എന്തിനാണ് ചന്തുമോളെ തല്ലാനുള്ള അധികാരം നിങ്ങൾക്കുള്ളത്? അതും കൂടി നിങ്ങളൊന്ന് ആലോചിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ജലജ അയ്യടാന്നായിപ്പോയി. അപ്പോഴേക്കും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ചന്തുമോളുടെ ദേഹത്ത് ആര് കൈവച്ചാലും അവർ ഈ വീടിന് പുറത്തായിരിക്കും. അപ്പോൾ ദേ അനിയും വരിക. പനിയൊക്കെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ കല് വരിക. അപ്പം അനാമികയാണെങ്കിൽ മുത്തശ്ശ എൻ്റെ റൂമിൽ കയറുന്നത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ആ കൊച്ചിനെ പിടിച്ച് അടിച്ചത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനിക്ക് അലി വന്നിട്ട്, എടീ നീ മുത്തശ്ശനോട് ധിക്കാരം പറയുന്നോ? മുത്തശ്ശൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി. അങ്ങനെ എന്തിനാ മുത്തശ്ശൻ പറയുന്നത് മാത്രം അങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുന്നത്? എനിക്ക് എൻ്റെ റൂമിൽ കയറുന്നത് ഇഷ്ടമല്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്. മോളെ, അനാമിക മോളെ, ഈ കുടുംബത്തിൽ ചില വഴക്കങ്ങളും നീക്കങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അതെല്ലാം നീ ഒന്ന് മനസ്സിലാക്കുക തന്നെ ചെയ്യണം. മനസ്സിലാക്കാതെ ജീവിക്കാനായിട്ട് പറ്റില്ല. അതൊരു പാവം കുഞ്ഞല്ലേ. ആ കുഞ്ഞിനെ അടിച്ചെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് എന്ത് സുഖവും സന്തോഷമൊക്കെയാണ് കിട്ടുന്നത്? അതിന് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലാതെ എടുത്ത് വായിക്കും എടുത്ത് അടിക്കുകയല്ല വേണ്ടത്. ഇതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അവർ. അച്ഛൻ എന്തിനാണ് ആ കൊച്ചിനിങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. എവിടെന്നോ കയറി വന്നൊരു കൊച്ച് എല്ലാ റൂമിലും പാറി പറന്നുകൊണ്ടിങ്ങനെ നടക്കുന്നു. ഇതൊക്കെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങളൊരു കാര്യം ചിന്തിച്ചോ, ഇപ്പോൾ ഒരു കുഞ്ഞും കൂടി ഇങ്ങോട്ട് വരാനായിട്ട് പോകുന്നുണ്ടല്ലോ. ആ കുഞ്ഞും ഇതേപോലെ വലുതായിട്ട് എല്ലാവരുടെ റൂമിൽ കയറി ഇറങ്ങി നടക്കും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരില്ല. അപ്പോൾ ആ കുഞ്ഞിനോട് പറഞ്ഞ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം. ഞങ്ങളുടെ റൂമാണത്. നിങ്ങളുടെ റൂമാണെങ്കിലേ അത് പണിയിപ്പിച്ചത് ഞാനാണ്. എന്തായാലും എല്ലാവർക്കും വേണ്ടി സ്വന്തമായിട്ടൊരു റൂം ഞാൻ തന്നിട്ടുണ്ട് എന്ന് വിചാരിച്ച് എന്ത് തോന്നിയ ദിവസം കാണിക്കാനുള്ളതല്ല എന്ന് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എല്ലാം ആണായിട്ട് അങ്ങോട്ട് സംസാരിക്കാം. പക്ഷേ മുത്തശ്ശനെ ഒരുപാട് ധിക്കരിച്ചുകൊണ്ടാ അനാമിക അവിടെ കിടന്ന് പറയുന്നത്. അപ്പം അനാമികയുടെ കാരണം വരെ അടിച്ച് തകർക്കുമെന്ന് അനി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നെ അടിക്കാൻ ഇങ്ങോട്ട് വാ, കാണിച്ചു തരാം ഞാൻ. എൻ്റെ അച്ഛനമ്മയുണ്ട്, ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോകും. പിന്നെ അനന്തപുരി തറവാടിനാണ് നാണക്കേട് ഉണ്ടാകാനായിട്ട് പോകുന്നത്. എൻ്റെ അച്ഛനമ്മയും എന്നെ നല്ല രീതിയിൽ തന്നെ നോക്കിക്കോളും, അതെനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മോളെ അനാമികയെ, എന്തിനാ കുടുംബത്തിൽ ഒരേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? വേണ്ട, ഇനി അത് വേണ്ട. ഇനി എന്തായാലും ഞാനൊരു കാര്യം പറയാം. ഞാൻ കൊണ്ടുവന്ന ആ കൊച്ച് നിങ്ങൾക്ക് ശല്യമായി തോന്നിയെങ്കിൽ ക്ഷമിക്കുക. എൻ്റെ കൊച്ചിന് വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് പറയുകയാണ്, വാടോ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയെയും വിളിച്ചുകൊണ്ട് നേരെ പോവുകയാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും അനിക്കാകെ അരിശ്യം വന്നിട്ട്, എടീ അനാമികയെ, എൻ്റെ മുത്തശ്ശനെ കൊണ്ട് നീ മാപ്പ് പറയിപ്പിച്ചല്ലേ? ഇതൊന്നും ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമോ? ഞങ്ങളുടെ മുത്തശ്ശനെ ഞങ്ങൾക്ക് ജീവനാണ്. പിന്നെ ഒരു മുത്തശ്ശൻ, രാജഭരണമൊക്കെ തീർന്നടോ. എന്നിട്ടും ഇവിടെ നടക്കുന്നത് എന്താണ്? ഭരണം. അതൊന്നും എനിക്കൊന്നും സഹിക്കാനായിട്ട് പറ്റില്ല. നീ സഹിക്കണ്ടേ? പക്ഷേ ആ ഒരു ഭരണത്തിലാണ് ഞങ്ങളെല്ലാവരും വളർന്നത്. ആ ഒരു ഇതിലാണ് ഞങ്ങൾ വളർന്നത്. അല്ലാതെ ഞങ്ങൾക്ക് ആരെയും തള്ളിക്കളയാനായിട്ട് പറ്റില്ല. മുത്തശ്ശൻ കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് ബാക്കിയുള്ളവരെല്ലാവരും ഉള്ളു. ഞാനും മാതൃശേട്ടനൊക്കെ മുത്തശ്ശൻ്റെ വാക്കും കേട്ട് മുത്തശ്ശൻ പഠിപ്പിച്ച പാഠങ്ങൾ അനുസരിച്ചാണ് വളർന്നത്. അതുകൊണ്ട് ഞങ്ങളെ ആരും കുറ്റം പറയാനായിട്ട് പോകുന്നില്ല. അതേപോലെയാണ് ഇനിയും മുന്നോട്ട് അങ്ങനെ പോവുകയുള്ളൂ. അതുകൊണ്ടാ മുത്തശ്ശനൊരു അസുഖം എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മനസ്സാകെ തകർന്നു പോയത് എന്നും പറഞ്ഞ് അനി അവിടെ നിന്ന് പോവാം. അപ്പം അനി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനാമികയ്ക്ക് ആകെ കലിയും വരുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഇവരൊക്കെ എവിടെ നിന്ന് വന്നവനാണ്? ഓരോ ആചാരങ്ങളും കൊണ്ട് വന്നിരിക്കുന്നു. ആ കൊച്ചിനെ എനിക്കൊന്നും സഹിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുക. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവ്യാണ്. അപ്പോൾ നവ്യാണെങ്കിൽ മേക്കപ്പ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അനി അങ്ങോട്ട് വരിക. അഭി അങ്ങോട്ട് വരിക. അപ്പോൾ അഭി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എത്ര നേരം വിളിച്ചിട്ട് എന്തിനാ എൻ്റെ ഫോൺ കട്ടാക്കി വിട്ടത്? ഞാനങ്ങനെ കട്ടാക്കി വിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ സത്യം പറയേണ്ടി വന്നാനായിരുന്നില്ലേ? സത്യം പറയണം, അതിനെന്തിപ്പോൾ കുഴപ്പം? സത്യം പറയണമല്ലോ. അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ സർപ്രൈസ് കൊണ്ടുവരാനായിട്ട് പറ്റുമോ? സർപ്രൈസോ? അതെ, സർപ്രൈസ്. ഇതെന്താണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ അതെല്ലാം എടുത്ത് നോക്കിയപ്പോൾ അടിപൊളി സാരി. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ മേച്ചാവുന്ന കുറേ സാരികളൊക്കെ നീ മേടിച്ചിരുന്നുണ്ട്. എന്താ, ഇഷ്ടമായില്ലേ? ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ സാരി മേടിച്ചിട്ടില്ല. വേണ്ട, അതൊന്നും നിർത്തേണ്ട കാര്യമില്ല. എനിക്ക് മേച്ചാവുന്ന സാരി നീ എനിക്ക് മേടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമാണ്. അതിനു വേണ്ടിയാണല്ലോ ഞാനും നിന്നെ സ്നേഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഈ അഭിയാണെങ്കിൽ കള്ളസ്നേഹം നടിക്കുക. അങ്ങനെ പിന്നീട് അനഘയെ കാണിക്കുകയാണ്. അപ്പം അനഘ കിടപ്പ് ഇങ്ങനെ കിടക്കുകയാണല്ലോ.
അനഘയ്ക്ക് ഇങ്ങനെ ആ ജോലിക്കാരി ഇങ്ങനെ കഞ്ഞി കോരി കോരി കൊടുക്കുക. ആ സമയത്താണ് ആദർശം അങ്ങോട്ട് വരുന്നത്. ഇപ്പം എങ്ങനെയുണ്ട് അനഘയ്ക്ക് എന്ന് ചോദിച്ചപ്പോഴേക്കും ഇതേ കിടപ്പ് തന്നെയാണ് സാറേ, ഒരു മാറ്റവും ഇല്ല സാറേ എന്ന് പറയാം. അനഘേ, താൻ കാരണം ഇപ്പം ഞാൻ വലിയൊരു പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പിന്നെ കൊച്ചിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണെങ്കിൽ സങ്കടപ്പെടേണ്ട. ഞങ്ങളുടെ വീട്ടിലെ കൊച്ച് സുരക്ഷിതയാണ്. ഇപ്പം എന്തായാലും എൻ്റെ ഭാര്യ അവൾക്കൊരു അമ്മയായിരിക്കുകയാണ്. അവൾക്ക് യാതൊരു കുഴപ്പവും അവിടെ ഇല്ല. പക്ഷേ ഞാനിപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ്. എല്ലാവരും കരുതിയിരിക്കുന്നത് എൻ്റെ കുഞ്ഞാണ് ചന്തുമോൾ എന്നാണ്. പക്ഷേ അതല്ല സത്യമെന്ന് എനിക്കും നിനക്കും അറിയാം. എനിക്കിട്ട് ആരെ പാര വെച്ചാണെന്നും എനിക്ക് മനസ്സിലായി. എൻ്റെ ഒരു ഫോട്ടോ ദേ ഈ ഭിത്തിയിലുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ അച്ഛനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. പക്ഷേ ആരാണ് അനഘയെ ചതിച്ചത്? ആരുടെ കുഞ്ഞാണ്? മുത്തശ്ശനോട് പറഞ്ഞറിയാം. മുത്തശ്ശൻ്റെ മക്കളിൽ ഒരാളാണ് എൻ്റെ കുഞ്ഞിന് അച്ഛനെന്ന്. പക്ഷേ അത് ഞാനല്ലെന്ന് നമുക്ക് രണ്ടുപേർക്കും വ്യക്തമായിട്ടറിയാം. പിന്നീട് ആരാണ്? ഇതൊക്കെ എഴുതി കാണിക്കാൻ പോലും പറ്റില്ലല്ലോ. ഈ ഒരു അവസ്ഥയല്ലേ. ഇതൊക്കെ ആദർശിൻ്റെ ആ ഒരു വർത്തനമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അനഘയുടെ കണ്ണീര് ഇങ്ങനെ ഒഴുകുക. അപ്പോൾ ആ ഒഴുകൽ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഇവിടുത്തെ വേലക്കാരി ആണെങ്കിൽ ഇങ്ങനെയാ സാറേ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കും. അപ്പോൾ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചാലും പറയാനായിട്ട് പറ്റില്ലല്ലോ. പക്ഷെ എനിക്കറിയാം സാറേ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം. മോളെക്കുറിച്ച് ഓർത്ത് മാത്രമാണ് അനഘയുടെ സങ്കടം. മോളെക്കുറിച്ച് ഓർത്തൊന്നും സങ്കടപ്പെടേണ്ട കാര്യമില്ലെന്നേ. മോൾക്ക് ഒരു കുഴപ്പവും അവിടെ സംഭവിച്ചിട്ടില്ല. അവൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് അവിടെ നിന്ന് ഇറങ്ങുക. അപ്പോൾ ആദർശ് ഇറങ്ങിയ വരുന്നു അബിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ തമ്പിട്ട് നോക്കി നിൽക്കുക. അപ്പം അബിക്കാണെങ്കിൽ ആകെ പേടി. ദൈവമേ, ഞാൻ ഏത് സമയത്താണോ എനിക്കിവിടെ വരാൻ തോന്നിയത്? ഇയാൾ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആദർശ് അങ്ങോട്ട് ചെന്നിട്ട്, അല്ല അബി നീ എന്താ ഇവിടെ? അല്ല ആദർശേട്ടൻ എന്താ ഇവിടെ? ഞാൻ അനഘയെ കാണാൻ വേണ്ടി വന്നതാണ്. ഞാനും അനഘയെ കാണാൻ വേണ്ടി വന്നതാണ്. അതല്ല, നീ എന്താണ് ഈ സമയത്ത് വന്നത്? എനിക്ക് ആദർശേട്ടനോട് ഈ സമയത്ത് എന്താ വന്നതെന്ന് ചോദിക്കാനായിട്ട് പറ്റില്ലല്ലോ അല്ലേ? അതായത് ചന്തുമോളുടെ അച്ഛനല്ലേ ആദർശേട്ടൻ. അപ്പോൾ പിന്നെ മുൻകാമുകിയെ കാണാനായിട്ട് വന്നുവല്ലോ. നിങ്ങൾക്ക് രണ്ടുപേർക്കും അവിഹിതത്തിലുണ്ടായ കുട്ടിയാണല്ലോ ചന്തുമോൾ. എടാ, അനാവശ്യം പറയാൻ നിൽക്കരുത്. ഞാൻ എന്തിനാ അനാവശ്യം പറയുന്നത് കേട്ടാ? ഇതൊക്കെ സർവ്വസാധാരണ കാര്യമാണ്. ഒരാണും പെണ്ണും അമിതമായ പ്രണയത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തമ്മിൽ കുട്ടികളുണ്ടാവും. അത് സർവ്വസാധാരണ കാര്യം തന്നെയാണ്. അല്ലാതെ ചന്തുമോള് പൊട്ടിമുളക്കിയൊന്നും ഇല്ലല്ലോ ആദർശേട്ടാ. എടാ, നീ തോന്നിവാസം പറയാൻ നിൽക്കരുത്. അല്ല, എനിക്ക് ചിരി വരിക. ഞാനിതിനെ തോന്നിവാസം പറയുന്നത്. ഇനി അനഘയിൽ തന്നെ സത്യം അറിയാലോ. അതെ, അനഘയിൽ തന്നെ സത്യം അറിയടാ. അവൾ അധികം താമസിയാതെ റിക്കവർ ആവും. അതിനുശേഷം അവൾ തന്നെ സത്യങ്ങൾ തുറന്നു പറയും. അപ്പൊ എല്ലാവരും പെടുവടാ. എന്ത് പെടാനായിട്ട്? എനിക്കിപ്പോ ഒരു സംശയമുണ്ട് ആദർശേട്ടാ. ആദർശേട്ടൻ തന്നെയാണ് ഈ പണി ഒപ്പിച്ചതെന്ന്. കാരണം അനഘ സത്യങ്ങളൊന്നും പറയാതിരിക്കാൻ വേണ്ടി ആദർശേട്ടൻ പൈസ വാരി എറിഞ്ഞോ എന്നൊരു സംശയം. എടാ, തോന്നിവാസം പറയലിൽ കുറച്ച് അതിരുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അബിയെ പിടിച്ച് പടാന്നും പറഞ്ഞ് അടിക്കുകയാണ് ആദർശ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്തൊരു ഇവനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.